ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യയ്ക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓണമൊക്കെയല്ലേ, ഇനി നമുക്ക് കുറച്ച് ദിവസം ഓണത്തിൻ്റെ റെസിപ്പീസായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ പരമാവധി പറ്റണ വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുമ്പളങ്ങ ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓലൻ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ കുമ്പളങ്ങ വെച്ചിട്ടാണ് ഓലൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം മൂക്കാത്ത കുമ്പളങ്ങയാണ് ഓലന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഇത് കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. കൊത്ത കുമ്പളങ്ങ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കൊത്തയായിരിക്കും. ഇതിപ്പോൾ കുരുവൊക്കെ ഉണ്ട്, അപ്പോൾ കുറേ വേസ്റ്റ് വരും ഇതിൽ. അപ്പോൾ നമുക്ക് ഇതേപോലെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാൻ ഈ ചോറിൻ്റെ നമുക്ക് കിട്ടുന്ന കഷ്ണങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുക്കാറുണ്ട്. നിങ്ങളിത് എടുക്കാറില്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന കഷ്ണങ്ങൾ, ഇതിനെ ചോറ് എന്നാണ് പറയുക ഈ കുരുവുള്ള ഭാഗത്തിന്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നതൊക്കെ എടുക്കും. അപ്പം നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം നമുക്ക്. ഓലനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്കിതെല്ലാം ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. നമ്മൾ കുമ്പളങ്ങയെല്ലാം ചെറിയ നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുമ്പളങ്ങ അടുപ്പത്ത് വയ്ക്കാനായിട്ട് ഇതൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് 2ാം പാൽ ഒഴിക്കും. അപ്പോൾ 2ാം പാൽ എടുക്കുന്നുണ്ട്, തേങ്ങാപ്പാൽ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വേവിക്കാനായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല ഫ്രഷ് കരിവേപ്പിലയുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരെണ്ണം. ഞാൻ ആ തണ്ടോട് കൂടിയിട്ടാണ് ഇടുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള കരിവേപ്പിലയാണിത്, അതുകൊണ്ട് ആ തണ്ടോട് കൂടിയിട്ടാണ് ഇടുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മീഡിയം തീയിലിട്ടത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം. 1ാം പാലും 2ാം പാലും എടുക്കണം. ഇതിവിടെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളെങ്കിലും കുമ്പളങ്ങയിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലോണം വെള്ളമായിട്ടുണ്ട്. കുമ്പളങ്ങ ഒരുവിധം വെന്തിട്ടുണ്ട്, ഒന്നും കൂടിയും വേവട്ടെ. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു മിക്സി ജാറിൽ ഇട്ടിട്ട് 1ാം പാൽ എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ച് ഇതിൻ്റെ പാലെടുത്തിട്ട് വരാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു തോർത്തുമുണ്ടിൽ വെച്ച് തുണി വെച്ചോ, നല്ല വെള്ള തുണിയിൽ പിഴിഞ്ഞെടുക്കാം. ഇത് നമ്മൾ 1ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2ാം പാൽ എടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം. നമുക്ക് 2ാം പാൽ എടുക്കാനായിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ട് 2ാം പാൽ എടുക്കാം. നമ്മൾ 2ാം പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് കുമ്പളങ്ങ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ കുമ്പളങ്ങയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 2ാം പാൽ കണക്ക് പറയുകയാണെങ്കിൽ 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് 2ാം പാലുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരട്ടെ, എന്നിട്ട് നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ച് തന്നെ ഇതിലെ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മളിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഓലനിലേക്ക് അധികം എരിവിൻ്റെ ആവശ്യമില്ല. നമുക്ക് പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. ഒന്നും കൂടി കുറുകി വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മുടെ 2-ാം പാലൊക്കെ വറ്റി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1-ാം പാൽ ഒരു 3/4 1-ാം പാലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2-3 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ കുറച്ച് കരിവേപ്പില വീക്ക്നെസ് ഉള്ള ആളാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരിവേപ്പില ഇടുന്നത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കരിവേപ്പില ചേർക്കുന്നത് നല്ലതാണ്. അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ സദ്യയുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഓലൻ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് മൂടി വെച്ചിട്ട്. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല വെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബായ്.